നമസ്കാരം. ഏവർക്കും പൈത്തണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഒരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്നാണ്. അപ്പോൾ എന്താണ് പ്രൈം നമ്പർ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സുകളും ഒന്നും ആ നമ്പർ വരുള്ളൂ. അത്ര നമ്പറുകളാണ് പ്രൈം നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് 7. 7നെ 1 കൊണ്ടും 7 കൊണ്ടും ഹരിച്ചാൽ മാത്രമേ റിമൈൻഡർ 0 വരുള്ളൂ. ഇത്ര നമ്പറുകളെയാണ് പ്രൈം നമ്പറുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു സംഖ്യ നോക്കാം. 5. 5നെ 1 കൊണ്ടും 5 കൊണ്ട് ഹരിച്ചാൽ മാത്രമേ റിമൈൻഡർ 0 വരുള്ളൂ. ഇനി മറ്റൊരു നമ്പർ നോക്കാം. 10. 10നെ 1 കൊണ്ട് ഹരിച്ചാലും 2 കൊണ്ട് ഹരിച്ചാലും 5 കൊണ്ട് ഹരിച്ചാലും 10 കൊണ്ട് ഹരിച്ചാലും റിമൈൻഡർ 0 വരും. അപ്പോൾ ഇതിൽ 2ഉം 5ഉം മറ്റ് രണ്ട് സംഖ്യകളാണ്. അപ്പോൾ ഇതൊരു പ്രൈം നമ്പർ അല്ല. ഇനി മറ്റൊരു സംഖ്യ നമുക്ക് നോക്കാം. 13. 13നെ 1 കൊണ്ടും 13 കൊണ്ട് ഹരിച്ചാൽ മാത്രമേ റിമൈൻഡർ 0 വരുള്ളൂ. അപ്പോൾ ഇതൊരു പ്രൈം നമ്പറാണ്. മറ്റൊരു സംഖ്യ നോക്കാം. 9. 9ന് 1, 3, 9 എന്നിവ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാലെല്ലാം റിമൈൻഡർ 0 ആണ്. 3 എന്നുള്ള സംഖ്യ ഇവിടെ എക്സ്ട്രാ ആയിട്ട് കയറി വന്നിരിക്കും. അതുകൊണ്ട് തന്നെ 9 ഒരു പ്രൈം നമ്പറല്ല. ഇതിൽ 1, 5, 13 എന്നിവയാണ് പ്രൈം നമ്പർ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു നമ്പർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ പ്രൈം നമ്പറാണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? അതിനുള്ള പ്രോഗ്രാമാണ് എഴുതുന്നത്. അതിനായിട്ട് നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് ഞാൻ എ എന്നൊരു വേരിയബിൾ എടുത്തു. എ ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ്, അതിനകത്ത് മെസ്സേജ് കൊടുക്കണേ എൻ്റർ എ നമ്പർ എന്ന് കൊടുത്തു. അത് എയിലോട്ട് സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു ഹരിക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് 7 എന്നൊരു നമ്പർ എടുക്കുക. ആ 7 എന്ന സംഖ്യയെ 2 തൊട്ട് 6 വരെയുള്ള എല്ലാ സംഖ്യകൾ കൊണ്ട് ഹരിച്ചു നോക്കാം. അതിനുള്ളിൽ ഹരിക്കുമ്പോൾ റിമൈൻഡർ എപ്പോഴെങ്കിലും 0 വന്നു കഴിഞ്ഞാൽ ആ നമ്പർ 0 അല്ല. എപ്പോഴെങ്കിലും 0 വന്നില്ലെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആണ് താനും. അപ്പോൾ ഹരിക്കുവാനായിട്ട് 2 തൊട്ട് നമ്മൾ എത്രയാണോ സംഖ്യ എടുത്ത് അതിൽ നിന്നും 1 കുറയ്ക്കണം. 7 ആണെങ്കിൽ 6, 8 ആണെങ്കിൽ 7, അങ്ങനെ കുറച്ച് വിടണം. അപ്പോൾ അങ്ങനെ ഹരിച്ച് നോക്കണം. അപ്പോൾ അതിനായിട്ട് കൗണ്ടിങ് വേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു ലൂപ്പും വേണ്ടി വരും. 4 എന്നൊരു ലൂപ്പ് എടുത്തു. കൗണ്ടിങ്ങിന് വേണ്ടി ഞാനൊരു നമ്പർ എടുത്തു. ഐ ഇൻ റേഞ്ച് ഓഫ്, എവിടെ തുടങ്ങണം? 2ൽ തുടങ്ങണം. 2ൽ തുടങ്ങി എവിടെ വരെ പോകണം? നമ്മൾ എത്രയാണോ സംഖ്യ എടുത്ത് A-1 വരെ പോകണം. ഇങ്ങനെ ഹരിച്ചു നോക്കുമ്പോൾ എവിടെയെങ്കിലും റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ ഈഫ് എന്നൊരു കണ്ടീഷൻ കൊടുക്കുന്നു. ഈഫ് എ മോഡ് ഐ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ അതൊരു പ്രൈം നമ്പർ അല്ല. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് നോട്ട് എ പ്രൈം, നോട്ട് എ പ്രൈം കൊടുക്കുക. നോട്ട് എ പ്രൈം എന്ന് എഴുതുകയും വേണം. ഇനി ഈ പ്രോഗ്രാം ഇവിടെ വെച്ച് ബ്രേക്ക് ആകുകയും വേണം. അപ്പോൾ അവിടെ ബ്രേക്ക് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് എഴുതണം? ഇറ്റ്സ് എ പ്രൈം നമ്പർ. അപ്പോൾ ഇവിടെ എൽസ് എന്നുള്ളൊരു കണ്ടീഷൻ കൊടുക്കുന്നു. എൽസ് അവിടെ പ്രിൻ്റ് കൊടുക്കുന്നു. പ്രിൻ്റ് പ്രൈം എന്ന് കൊടുക്കുന്നു. ഇതാണ് ഈ പ്രോഗ്രാം തീർന്നു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇവിടെ റേഞ്ച് A-1 എന്നുള്ള റേഞ്ചിന് എന്തൊരു പ്രശ്നമുണ്ട്. ഇവിടെ റെയിനാണ് എഴുതി, ജി വിട്ടുപോയി. റേഞ്ച് റൺ ചെയ്ത് നോക്കാം. ഇവിടെ സെമിക്കോളനാണ് പ്രശ്നം. പ്രശ്നം. എൻ്റെ നമ്പർ ഞാൻ 12 എന്ന് കൊടുത്തു. നോട്ട് എ പ്രൈം വന്നു. കാരണം 12 എന്ന് പറഞ്ഞാൽ 2, 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ 0 വരും. ഇനി മറ്റൊരു സംഖ്യ കൊടുത്ത് നോക്കാം. അതിനായിട്ട് ഞാൻ ഒന്നുകൂടി റൺ ചെയ്യുകയാണ്. 7 എന്നുള്ള നമ്പർ കൊടുത്തു. കണ്ടോ, പ്രൈം നമ്പർ എന്ന് വന്നു. അപ്പോൾ ഇതാണ് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം. എന്നാൽ ഇതിനകത്ത് മറ്റൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മളൊരു നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ പകുതി, ഇപ്പം 7 ആണെങ്കിൽ ഇല്ലെങ്കിൽ 8 ആണെങ്കിൽ അതിൻ്റെ പകുതി വരെ ഹരിച്ചാൽ മതി. അതിൻ്റെ പകുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ ആ സംഖ്യ കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് 8 ആണെങ്കിൽ 4 വരെ ഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ 5 കൊണ്ട് ഹരിക്കേണ്ട ആവശ്യമില്ല. അവിടെ റിമൈൻഡർ ഒരിക്കലും 0 വരില്ല. അങ്ങനെ ഏതാണ് സംഖ്യ എടുക്കുന്നത് അതിൻ്റെ പകുതി വരെയുള്ള സംഖ്യകൾ വെച്ച് ഹരിച്ച് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഞാനതിനുള്ള കമാൻഡ് കൊടുക്കണേ A/2 എന്ന് ഞാൻ ഈ പ്രോഗ്രാം തിരുത്തി. അതിനുശേഷം ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്യാണ്. എൻ്റർ എ നമ്പർ 7 കൊടുത്തു. എറർ. അപ്പോൾ ഇവിടെ 4i ഇൻ റേഞ്ച് A/2 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൊടുത്ത നമ്പർ 7 ആണ്.
അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇതൊരു ഫ്ലോട്ട് നമ്പറാണ്. അതായത് 7നെ 2 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് 3.5 ആണ്. അപ്പോൾ എന്താണ് പ്രശ്നം? അതൊരു ഫ്ലോട്ട് നമ്പറാണ്. ഈ ഐ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ ഈ a/2നെ നമ്മളെന്ത് കാണിക്കണം? ഈ a/2നെ അപ്പോൾ ഇൻറ്റിജറാക്കി മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഇൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്താൽ മതി. ഇൻറ്റ് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ആകുന്നതാണ്. നമുക്ക് നോക്കാം, റൺ ചെയ്ത് നോക്കാം. 7 യെസ്, കംപ്ലൈൻറ്റ് തീർന്നിരിക്കുകയാണ് പ്രൈം. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലോട്ട് നമ്പറാണ്. ഡിവിഷൻ വരുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ഒരു ഫ്ലോട്ട് നമ്പർ കയറി വരും. അപ്പോൾ നമുക്ക് ഇൻറ്റിജറായിട്ട് അത് എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്നറിയാനുള്ള ഷോർട്ടസ്റ്റ് വേ. ഷോർട്ടസ്റ്റ് വേ എന്ന് പറയുന്നത് ഒരു പ്രധാന കാരണം, നമ്മൾ ആദ്യം എഴുതിയ പ്രോഗ്രാമിൽ ഏതാണോ നമ്പർ കൊടുത്തത് അതിനേക്കാളും 1 വരെയുള്ള എല്ലാ സംഖ്യകൾ കൊണ്ടും കമ്പ്യൂട്ടറിന് ഹരിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എഴുതിയ പ്രോഗ്രാമിൽ കമ്പ്യൂട്ടറിന് പകുതി വരെയുള്ള നമ്പറുകൾ കൊണ്ട് ഹരിച്ചാൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഒരു വലിയ നമ്പറാണ് കൊടുക്കുന്നത് വിചാരിക്കുക. ഉണ്ട്, ഇവിടെ ഈ ഒരു നമ്പറാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടറിന് ആദ്യത്തെ പ്രോഗ്രാം അനുസരിച്ചാണെങ്കിൽ ഇതിനേക്കാളും 1 കുറച്ച് വരെയുള്ള നമ്പറുകൾ കൊണ്ട് ഹരിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ പകുതി വരെയുള്ള നമ്പറുകൾ കൊണ്ട് ഹരിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ റിസൾട്ട് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. നോട്ട് എ പ്രൈം, ഇതൊരു പ്രൈം നമ്പർ അല്ല എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് അറിയാനുള്ള 2 തരത്തിലുള്ള പ്രോഗ്രാം. ഏത് പ്രോഗ്രാം എഴുതിയാലും ശരിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാം എടുക്കാവുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.